ഹലോ നമസ്കാരം, ഞാൻ മേരൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പോളിത്തീൻ ബാഗ് വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു പോളിത്തീൻ ബാഗാണ്. ഈ പോളിത്തീൻ ബാഗിൻ്റെ ടോപ്പും ബോട്ടമും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ 4 ലെയർ ആയിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് വെക്കണം. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തേക്കാണ്. ഇത് ക്രാഫ്റ്റ് വെയർ ആണ്. ഈ ക്രാഫ്റ്റ് വെയർ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ലോക്ക് കൊടുക്കണം. ഇപ്പോൾ നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ സൈഡിൽ നിന്നും ഓരോ ലെയർ വെച്ചിട്ട് മേളിലോട്ടാക്കി എടുക്കണം. ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഓരോ ലെയർ കുറച്ചിട്ടാണ് പല പല സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് ലെയർ എടുത്തേക്കുന്നതിന് ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. മെത്തേഡ് എല്ലാം സെയിം ആണ്. നമ്മൾ കുറച്ച് സൈസും കുറച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് അടുത്ത എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ അടുത്ത ഫ്ലവർ ചെയ്യാൻ പോകുന്ന ഇതിനേക്കാൾ ചെറുതായിട്ടാണ്. ഇത്രയും ചെറിയ 2 പീസാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ കുറേ ഫ്ലവേഴ്സോടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലവേഴ്സ് റെഡിയായി. ഇനി നമുക്ക് എങ്ങനെ ബഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രാഫ്റ്റ് വെയർ ആണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക. ഇതിൻ്റെ അകത്ത് കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പോളിത്തീൻ കവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നോർമൽ ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് കെട്ടിക്കൊടുക്കുക.
ഇതേപോലെ പല പല സൈസിലെ ബഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ ഉണ്ടാക്കിയ ഫ്ലവേഴ്സിനും ബഡ്സിനും എല്ലാത്തിനും ഫ്ലോറൽ ടേപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബഡ്സും ഫ്ലവേഴ്സും നമുക്ക് പേപ്പർ ടേപ്പ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ബഡും ചെറിയ 3 പൂവും വലിയ 3 പൂവാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു ഈർക്കലിൻ്റെ അകത്താണ് ഇത് ഒട്ടിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ലീവ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് A4 സൈസ് ഷീറ്റാണ് എടുത്തേക്കുന്നത്. ലീഫിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഗ്രീൻ ഫാബ്രിക് കളർ വെച്ചിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലീഫെല്ലാം നല്ലതുപോലെ പെയിൻറ്റ് ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം.
ഫെവി ബോണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ വീട്ടിൽ വെറുതെ കളയുന്ന പോളിത്തീൻ ബാഗ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയത്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ തന്നെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.